നമസ്കാരം. കേരള ന്യൂസ് 60യുടെ വോട്ട് വണ്ടി ഇന്ന് എത്തിയിരിക്കുന്നത് വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലാണ്. പക്ഷെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 4ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. കഥ തുടങ്ങുന്നതും ഒക്കെ ഈ പറയുന്ന 2ാം വാർഡിൽ നിന്നാണ്. നമുക്കൊപ്പം ഉള്ളത് AM സുബൈറാണ്. നമസ്കാരം. എല്ലാവരും താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു അങ്ങ്. അതുമാത്രമല്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഈ 2ാം വാർഡിലെ പ്രവർത്തനങ്ങളൊക്കെ? വെങ്ങോല പഞ്ചായത്തില് കാർഷിക വൃത്തിയാൽ വളരെ സമൃദ്ധമായ ഒരു പഞ്ചായത്തായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒരു അടി ഭൂമി പോലും വെറുതെ വെക്കാതെ കഠിനാധ്വാനത്തിലൂടെ എല്ലാവരും മാതാപിതാക്കളോട് ചേർന്ന് കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങളെല്ലാം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ മുന്നോട്ട് പോയത്. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഈ പ്രദേശം എല്ലാം ശരിക്കും ഹരിത വിപ്ലവം പോലെ ശരിക്കും കാർഷിക വൃത്തിയിൽ നെൽകൃഷിയും മറ്റുമായി വൃത്തിയായി കിടക്കുന്ന കാലം. 2020 ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുമ്പോൾ ഒട്ടനവധി മാനസികമായിട്ട് നാടിനെ എങ്ങനെ പരുവപ്പെടുത്താം, നാടിനോട് ചേർന്ന് നിൽക്കാം എന്നുള്ള ചിന്തയിലാണ് മത്സരിച്ചത്. കാരണം ഈ നാട് എന്നെ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് നമ്മൾ ജയിച്ചാലും പരാജയപ്പെട്ടാലും നാടിന് ചെയ്യേണ്ട അല്ലെങ്കിൽ നാട്ടിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ, വാഗ്ദാനങ്ങളല്ല, നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഉദ്ദേശത്തോടെ നമ്മൾ പറഞ്ഞു. അതിൽ അതിപ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ പ്രദേശത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം ഏക്കറേജ് കണക്കിന് കൃഷിഭൂമി തരിശായി കിടപ്പുണ്ടായിരുന്നു. അത് 10, 30, 40 കൊല്ലമായിട്ട് കൃഷി ചെയ്യാതെ, അതിന്റെ അതിർത്തികൾ അറിയാതെ വരും തോടും എല്ലാം പോയി, ഭൂരിഭാഗം ഭാഗങ്ങളെല്ലാം തോടൊക്കെ കയ്യേറി തെങ്ങ് നട്ട് അങ്ങനെയൊക്കെ തോടും ജലാശയങ്ങളെല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയത്. അപ്പൊ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു അത് നടപ്പിലാക്കണം. അത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ജയിച്ചാലും തോറ്റാലും നടപ്പിലാക്കുന്നു. തീർച്ചയായിട്ടും ജയിച്ചാലും തോറ്റാലും നടപ്പിലാക്കാം എന്ന ലക്ഷ്യത്തിലാണ്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ജയിച്ചു. സന്തോഷം കൊണ്ട് നാട്ടിലെ ജനങ്ങളെ, ചെറുപ്പക്കാരെ, കർഷകരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഏകദേശം 20 ഏക്കർ സ്ഥലം, 2 വശവും നല്ല തോടുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം മൂടപ്പെട്ടു വരുന്നു. അവിടെ എല്ലാം തെങ്ങും വാഴയിലും വെച്ച് ചെറിയ കയ്യേറ്റം, നമുക്കറിയാലോ 10 ഏക്കർ സ്ഥലം കരഭൂമി ഉണ്ടെങ്കിൽ പോലും എപ്പോഴും പാടം നിർത്താൻ ഉത്സാഹിക്കുന്ന നാടാണല്ലോ നമ്മുടെ നാട്. അപ്പൊ ചെറുപ്പക്കാർ ഉൾപ്പെടെ ഞാൻ ശരിക്കും അതിന്റെ ബാക്കിൽ നിന്ന് പ്രവർത്തിച്ചു. ചെറുപ്പക്കാരെല്ലാം പാടത്തേക്ക് ഇറങ്ങി അത്യാവശ്യം പുതിയ ടെക്നോളജി മെഷീനറികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇരുവശങ്ങളിലുള്ള തോടുകളെല്ലാം വൃത്തിയാക്കി 20 ഏക്കർ കൃഷി ചെയ്യും. 20 ഏക്കർ ഒറ്റടി. അപ്പൊ അതിന്റെ രസം, അതിന്റെ വിളവെടുപ്പ്, അതെല്ലാം ഈ നാട് ആസ്വദിച്ചതാണ്. അത് വിത്തിടാൻ ഇവിടെ ജാതിമത ഭേദമന്യേ നമ്മുടെ തിരുമേനി, പള്ളിയിലെ ഫാദർ, പള്ളിയിലെ മൗലവിമാരെല്ലാം ഉൾപ്പെടെ എല്ലാവരും വിളിച്ച് അത് വളരെ ഒരു നല്ല രീതിയിൽ നമ്മൾ നടപ്പിലാക്കി. അതിന്റെ വിളവെടുപ്പും ഭംഗിയാണ്. ശേഷം നമ്മുടെ ആ 2ാം വാർഡിലെ പ്രവർത്തനം അടുത്ത നമ്മുടെ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന മമ്മൂക്ക, സലീം, നമ്മുടെ കുമാരൻ ചേട്ടൻ, ഗോപാലൻ ചേട്ടൻ, അയ്യപ്പൻ മുതലായ ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നിലവിൽ കാണുന്ന പാടശേഖരം ഏകദേശം 50 ഏക്കർ കൃഷിയിടം വരും കൃത്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും. ഇതിൽ 8 ഏക്കർ കൃഷി നമ്മുടെ സ്ഥലത്താണ്. ഞാൻ ഈ കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിയിരിക്കണം. അപ്പൊ അതിനകത്ത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടാവുന്ന സഹായങ്ങള്, എന്തൊക്കെ അവർക്ക് സഹായം കൊടുക്കാവോ സഹായങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ടിരിക്കും. കാർഷിക സമൃദ്ധി നമ്മളങ്ങ് ഉറപ്പാക്കി. തീർച്ചയായിട്ടും. അപ്പൊ സുബൈർക്ക് പറഞ്ഞതുപോലെ കർഷകരൊക്കെ ഹാപ്പിയാണോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? അപ്പൊ ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകരാണ്. ഈ ഇവിടെ മുഴുവൻ തരിശായിട്ട് കിടക്കുകയായിരുന്നു എന്നാണ് ഇക്ക പറഞ്ഞത്. സത്യമാണോ അത്? സത്യമാണ്. അത് 40 വർഷത്തോളമായി ഇത് തരിശായിട്ട് കിടക്കാറുണ്ട്. ഇപ്പൊ പുള്ളി വാങ്ങിച്ചതിന് ശേഷമാണ് ഇപ്പൊ 2 ഊപ്പായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അപ്പുറം പുള്ളിയുടെ നേതൃത്വത്തിലാണ് അപ്പുറം ചെയ്തത്. അതുകൂടാണ്ട് പുള്ളി കഴിഞ്ഞ തവണ അവിടെ ഏതാണ്ട് 10-14 ഏക്കർ അപ്പുറം ചെയ്തു. ഇങ്ങനെ ഒരു ജനപ്രതിനിധി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകരെ സംബന്ധിച്ച് ഒരു ഭാഗ്യം കൂടിയാണ്. ഒരു സുവർണ കാലഘട്ടമായിരുന്നോ ഇദ്ദേഹത്തിന്റെ ടൈം? ഇതാരും കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ പുള്ളി ഓരോന്ന് ഇങ്ങനെ വിളിച്ചു വിട്ട് പറഞ്ഞ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളാൻ പറയും. അതിൽ കണ്ടവനെ പൈസ 500 കിലോ ഇതിന്. ഈ ജയിച്ചാലും തോറ്റാലും ഒക്കെ ഇത് നടപ്പിലാക്കും എന്നായിരുന്നു സുബൈർക്ക് പറഞ്ഞത്. ഈ പ്രചാരണ സമയത്തൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇതും ജയിക്കണ മുമ്പ് വാങ്ങിച്ചിട്ട സ്ഥലമാണ് പുള്ളി. അപ്പൊ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നീക്കമാണ്. ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഏറ്റവും വലിയ പ്രശ്നമുള്ള കുടിവെള്ളം. അതെ. ഇപ്പൊ നമ്മുടെ ഈ നാട്ടിലേക്ക് പല ഭാഗത്തു നിന്നും ആളുകൾ വന്ന് താമസിക്കുന്നത് ഇവിടെ ശുദ്ധമായ വെള്ളം, അതുപോലെ വില കുറഞ്ഞ രീതിയിൽ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് താമസിക്കാനുമുള്ള ഒരു സംവിധാനം കൂടെ ഉള്ളതുകൊണ്ട് എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വലിയ പൈസയാണ് അവിടെയൊക്കെ സെന്റ് വില. അതൊക്കെ മനസ്സിലാക്കി ഇവിടെ വന്ന് ഇഷ്ടംപോലെ ആൾ താമസിക്കുന്നുണ്ട്. അപ്പൊ ജലാശയം അതിപ്രധാനമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തണ്ടേക്കാട് സ്കൂളിൽ നിന്ന്
നമ്മുടെ കൃഷി നടലും മറ്റും കാണാൻ വേണ്ടിയിട്ട് കുറെ വിദ്യാർത്ഥികൾ ഇപ്പൊ മത്സരിക്കാൻ പോകുന്ന വാർഡിൽ നിന്നല്ലേ? തീർച്ചയായും അവര് വന്നിരുന്നു. തീർച്ചയായിട്ടും വന്നിരുന്നു. അവര് ചെളിയിലേക്ക് ഇറങ്ങി എന്താണ് നെല്ല്, എന്താണ് അതിന്റെ എങ്ങനെയാണ് അത് നട്ടു വളർത്തുന്നൊക്കെ ഒരു ചെറിയ കുട്ടികൾ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരുന്നു, വന്ന് കണ്ട് പോയി. ഈ പൊതുവെ അതുപോലെ തന്നെ ഇവിടെ മറ്റു പല കാര്യങ്ങൾ കൂടി ചെയ്തിരിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. ഒരു സാംസ്കാരിക കേന്ദ്രത്തെ പറ്റി അറിയാൻ സാധിച്ചു. എന്താണ് അതായത് നമുക്കറിയാം, നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് COVID-19 ശേഷം ചെറുപ്പക്കാരുൾപ്പെടെ പെടുന്നതിനെ പക്ഷാഘാതം നേരിടുക, അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസ്, ക്യാൻസർ പേഷ്യന്റ്, അങ്ങനെ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ജനപ്രതിനിധി, അല്ലെങ്കിൽ ജനപ്രതിനിധി മിക്കവാറും ഒരു പൊതുപ്രവർത്തകൻ കൂടി ആയിരിക്കണം. തീർച്ചയായിട്ടും അതാണല്ലോ അതിന്റെ ഒരു രീതി. അല്ലാതെ നമ്മൾ വെറുതെ ജനപ്രതിനിധിയായിട്ട് നടന്നിട്ട് പഞ്ചായത്തിൽ പോയി തിരിച്ചു വന്നിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പൊ അവിടെ ആ സ്ഥലം നമ്മള്, എന്റെ മാതാപിതാക്കള് പണ്ട് ചായക്കടയൊക്കെ ചെയ്ത് ഞങ്ങൾ ഉൾപ്പെടെ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലം ചായക്കടയായിരുന്നു. അതായത് തീർച്ചയായിട്ടും അവര് പൊതുപ്രവർത്തകരായിരുന്നു, അധ്യാപകരായിരുന്നു, ചായക്കടയും അന്നത്തെ ഉപജീവന മാർഗമാണല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലം നമ്മള് പൈസ കൊടുക്കി ഞാൻ വാങ്ങി. അവിടെ 6500 സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഉയർന്ന് അന്ന് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ വാർക്കെടുക്കാണ്. തീർച്ചയായും 6500 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ നമ്മൾ ഈ നാടിന് അതിർത്തികളില്ലാതെ ഒരു ഡയാലിസിസ് സെന്ററും ഒരു ഫിസിയോതെറാപ്പി സെന്ററും ഉൾപ്പെടെ ഒരു ആശ്രയം, ഈ നാടിന്റെ ആശ്രയ കേന്ദ്രമായി മാറ്റണമെന്നുള്ള ചിന്താഗതിയിലാണ് അതിന്റെ പ്രവർത്തനം പോകുന്നത്. അതിനിപ്പോ അത് തീർച്ചയായും അത് ഈ നാട്ടിലെ ജനങ്ങള് അതിനോടൊപ്പമുണ്ട്. ജാതിമത ഭേദമന്യേ ജനങ്ങളും ഒപ്പമുണ്ട്. അതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് നാട്ടിലെ ജനങ്ങളുമായി കൂട്ടിച്ചേർന്ന് നാടിന്റെ ഒരു അഭിമാന സ്തംഭമായി അത് മാറ്റും. ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്, എല്ലാവരും അത് നെഞ്ചിലേറ്റിട്ടുണ്ട്. അതൊക്കെ ഓരോ പണിയിലും എല്ലാവരുടെയും ശ്രദ്ധയുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. സുബൈർ സാധാരണ വ്യത്യസ്തമായ ഒരു വാർഡ് മെമ്പറാണ്. പുള്ളി ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്ന ഈ ആശ്രയ പദ്ധതി ഒരു പക്ഷേ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പ്രൊജക്റ്റ്. അത് പുള്ളിയുടെ വ്യക്തിപരമായ താല്പര്യം, പുള്ളിക്ക് പൊതുജനങ്ങളോടുള്ള ഇഷ്ടം, ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള രീതിയിൽ പുള്ളി ചെയ്യുന്ന ഒരു വലിയ കർത്തവ്യം. ഇതുണ്ടോ ഈ ബിൽഡിംഗ് തന്നെ പുള്ളിയുടെ സ്വന്തം പണം മുടക്കി ഇത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു ചാരിറ്റി, പുള്ളിയുടെ മാതാവിന്റെയും പിതാവിന്റെയും പേരൊരു ചാരിറ്റിക്ക് വേണ്ടി ആശ്രയം എന്ന് പറഞ്ഞ പുള്ളി തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ്. ഇതിൽ ഒരാളുടെയും മുടക്കില്ല. പുള്ളി സ്വന്തം കയ്യിലൂട്ടി ജനങ്ങൾക്ക് വേണ്ടി, അത് പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ജനങ്ങൾക്ക് തന്നൊരു വാഗ്ദാനമാണ് ഇവിടെ ഒരു സാംസ്കാരിക നിലയം വരുമെന്നുള്ളത്. ആ സാംസ്കാരിക നിലയത്തിന്റെ വാർത്ത കണ്ടിരിക്കുകയാണ്. വാഗ്ദാനം മുഴുവൻ നിറവേറ്റി കഴിഞ്ഞു. കാരണം ഇതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം 1 രൂപ ജനങ്ങളിൽ നിന്ന് പിരിക്കാതെ, ജനങ്ങളുടെ 1 രൂപ മേടിക്കാതെ ഒരു വ്യക്തി തന്റെ സ്വന്തം കയ്യിലെ കാശുകൊണ്ട് ഇതുപോലൊരു സ്ഥാപനം ഇവിടെ പൊതുജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇതുപോലൊരു ജനപ്രതിനിധിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ 4ാം വാർഡിലേക്ക് സുബൈർക്ക് പോയാലും ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. എങ്കിൽ പോലും ഇവിടെ കിട്ടിയ അതേ പരിഗണന 4ാം വാർഡിലെ ജനങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. 4ാം വാർഡ് വികസിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കോൺഗ്രസിനെ മുൻ പ്രാബല്യമുള്ള ഈ വാർഡിൽ സുബൈർ വിജയിക്കാൻ തന്നെ കാരണം നാളെ അവനെ അന്ന് ഏറ്റെടുത്തു. ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ വേറൊരു കാര്യം അറിയാൻ സാധിച്ചു. ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ കൊടുക്കുന്ന പൈസക്ക് പുറകെ തന്നെ അങ്ങും ചില രീതിയിലുള്ള ചില സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നതായിട്ട് കേട്ടു. നമുക്കറിയാം, ഇപ്പൊ വീടില്ലാത്ത ആളുകൾ ഇപ്പൊ ഒരു വീട് വാടകയ്ക്ക്, ഒരു ചെറിയ വീട് വാടകയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ 2000-10,000 രൂപ ഗ്രാമപ്രദേശത്ത് വേണം. ഈ വന്ന് താമസിക്കുന്നവരും വിവിധ മേഖലകളിലും ജോലി ചെയ്യുന്നതുമായ ആളുകൾക്ക് അവരെ മക്കളെ പഠിപ്പിക്കണം, അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തണം, വാടക കൊടുക്കണം, കൂടാതെ മക്കളെ കല്യാണം കഴിക്കണം. ഇത്തരം ചിന്തയുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭവനം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കൽ വളരെ പ്രയാസത്തിലാണ്. സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പൊ നമുക്കറിയാം 4.25 ലക്ഷം ജനങ്ങൾക്ക് വീട് നൽകാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ഈ ജനപ്രതിനിധിയാവുന്ന സമയത്ത്, അതിനു മുമ്പ് നമ്മൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചേർത്ത് പിടിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടു. ഞാനൊരു സാധാരണക്കാരനായിരുന്നു, ഒരു കൃഷിക്കാരനായിരുന്നു, ഒരു വെള്ളിൻ തൊഴിലാളിയായിരുന്നു, ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഇങ്ങനെ വിവിധ മേഖലയിലൂടെ കടന്നു വന്ന ഒരാൾ. സാധാരണക്കാരുടെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പൊ ഈ വാർഡിൽ കഴിഞ്ഞ ഈ 5 വർഷക്കാലം കൊണ്ട് 27 പേർക്ക് വീട് നിർമ്മിച്ച് ഒരു ലൈഫ് മിഷനുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും. ഇതില് 9 പേരും ഭൂമിയില്ലാത്ത ആളുകളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചിലപ്പോ 2-3 ലക്ഷം രൂപ കണ്ടേക്കാം. സംസ്ഥാന ഗവൺമെന്റ് ഭൂമി വാങ്ങാൻ കൊടുക്കുന്ന 2 ലക്ഷം രൂപ. അപ്പൊ അത് 5ആയി മാറും. അതിന്റെ 5 ഇവിടെ ഒരു മിനിമം ഒരു സെന്റ് സ്ഥലത്തിന് 3-4 ലക്ഷം രൂപ വിലയുള്ള നാടാണ്. അപ്പൊ ഇവിടെ 30-25 കൊല്ലമായിട്ട് താമസിക്കുന്ന ആളുകൾ
ഈ ഭാഗത്ത് മാറി വേറൊരു ഇടത്തേക്കൊക്കെ പോയി താമസിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം. അപ്പൊ അതൊരു പ്രദേശത്ത് തന്നെ 1, 2, 3, 4 വാർഡുകളിലൊക്കെ സ്ഥലം വാങ്ങി നമ്മുടെ ഒരു സഹായത്തോടു കൂടി സ്ഥലം വാങ്ങുകയും സംസ്ഥാന ഗവൺമെന്റ് നൽകിയ 4 ലക്ഷം രൂപയുടെ 4 ലക്ഷവും അതിർത്തികളില്ലാത്ത സൗഹാർദ്ദം വെച്ച് അവർക്ക് ചെറിയ വീടുകളൊക്കെ പണിയാനും അവരുടെ വീടൊക്കെ കണ്ട് നമുക്ക് സന്തോഷിക്കാനും കഴിയുന്നുണ്ട്. ഞങ്ങൾ കേരളത്തിൽ വന്നിട്ട് എൻ്റെ വീട് ഇടുക്കിയിലാണ്, കുമളിയില. കേരളത്തിൽ വന്നിട്ട് 30 വർഷം കഴിഞ്ഞ് വീടില്ലാതെ വാടകയ്ക്ക് അവിടെ ഇവിടെയൊക്കെ താമസിക്കുമായിരുന്നു ഞങ്ങൾ. അതിനുശേഷം ഇവിടെ വന്ന് പഞ്ചായത്തിലൊക്കെ 2000 അപേക്ഷ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് പാസ്സായില്ല, നേരിട്ടൊക്കെ പോയി കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ താമസിച്ചപ്പോഴാണ് പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു അപേക്ഷ വന്ന് ഞങ്ങൾ വീടിൻ്റെ ലൈഫിൽ അപേക്ഷ വെച്ച ശേഷം ഞങ്ങൾക്ക് പാസ്സായിട്ടും ഞങ്ങൾക്ക് മേടിക്കാനുള്ള കഴിവില്ല. അതിനുശേഷം സുബൈർക്ക കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ നിന്നപ്പോൾ പറഞ്ഞു 8 പേർക്ക് ഞങ്ങൾക്ക് വീടില്ലാത്തവർക്ക് ജയിക്കുവാണെങ്കിൽ ഞാൻ സ്ഥലം 3 സെൻറ്റ് സ്ഥലം മേടിക്കുക, അല്ലെങ്കിൽ പൈസ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം സുബൈർക്ക പൈസ തന്നപ്പോൾ ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലം മേടിച്ച് ഇപ്പോൾ പെര വെച്ച് വെങ്ങോലയിൽ പെര വെച്ചേക്കണേ. അവ മെയിൻ മാർക്ക് കഴിഞ്ഞ് സുബൈർക്കയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ കഴിഞ്ഞു. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവർക്ക് ഇനി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ സുബൈർക്കക്ക് കാണിക്കാനുള്ള മനസ്സുള്ളതുകൊണ്ട് ഒരുപാട് അനുഗ്രഹം ഉണ്ടാകട്ടെ, ആശീർവാദം ഉണ്ടാകട്ടെ. ഞങ്ങൾ സുബൈർക്കയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇതിൽ ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ഇത്രയധികം വികസനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഇതുവരെ ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല, അതൊരു വാർത്തയായിട്ടില്ല. നിങ്ങൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളൊക്കെ വിളിച്ച് അത് വാർത്തയാക്കി വലിയൊരു ജനപ്രീതി ഉണ്ടാക്കിയെടുക്കാൻ പല പൊതുപ്രവർത്തകരൊക്കെ ശ്രമം നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ ഈ കാര്യം അറിയുന്നത് എൻ്റെ അടുത്തൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന്, ഒരു ജനപ്രതിനിധി ഉണ്ടെന്നൊക്കെ അറിയുന്നത്. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്രമം ഇതിനു മുമ്പ് നടത്താതിരുന്നത്? പൊതുപ്രവർത്തന രംഗം എന്ന് പറഞ്ഞാൽ സുതാര്യമായിരിക്കണമല്ലോ. നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, മക്കള് അവരുമായൊക്കെ കൂടിയാലോചിച്ച് അവരുമായി പങ്കുവെച്ച് നാട്ടിൽ നടപ്പാക്കേണ്ട കാര്യങ്ങള് ആരും അറിയാതെ, ഇത് ചെവി അറിയാതെ നടപ്പാക്കലാണല്ലോ അതിന്റെ സത്യം. പിന്നെ കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കിട്ടിയ ആളുകളുടെ സന്തോഷം അത് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കും. ആ പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവരും നമ്മുടെ അടുത്ത് വരെയും അവരെയും നമുക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ട്. അതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട കേസല്ലല്ലോ. വിളിച്ചു പറയുമ്പോൾ അതിന്റെ ആ മഹാത്മ്യം നഷ്ടപ്പെടും. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ചോദ്യത്തിന് മറുപടി പറയുന്നതല്ലാതെ അത് വിളിച്ചു പറഞ്ഞ് 4 ആൾ അറിയിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പത്രത്തിൽ അറിയിക്കേണ്ടോ ഫ്ലെക്സ് വെക്കേണ്ട കാര്യങ്ങളോ അല്ല. ഉമ്മ എങ്ങനെ ഉണ്ടായിരുന്നു സുബൈർക്ക മെമ്പർ എന്നുള്ള നിലയിൽ? ഇവിടെ നല്ലതായിരുന്നു, കുഴപ്പമുണ്ടായില്ല. എല്ലാം ശരിയായിരുന്നു, നല്ല മെമ്പറായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഉപകാരമൊക്കെ ഉണ്ടായി. വിളിപ്പുറത്തുണ്ടായിരുന്നോ? വരികയൊക്കെ ചെയ്യും, എല്ലാ കാര്യത്തിനും പിന്നെ സങ്കടമില്ല. സുബൈർക്ക നല്ലൊരു മെമ്പർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട്, ഇപ്പൊ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സമീപത്ത് പണിയാന്ന് പറഞ്ഞ ഒരു ഡയാലിസിസ് സെന്ററും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി അദ്ദേഹം ഇപ്പൊ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാക്കും. ഇല്ല ഒരിക്കലും പഴയ ഹാപ്പിയാണ്. പിന്നെ ഒരു മികച്ചൊരു മെമ്പറാണ്. ഞങ്ങൾക്കത് നഷ്ടമാവുകയാണ് വേറൊരു ഇതിലേക്ക്. പുള്ളി ഇപ്പൊ 4ാം വാർഡിലേക്ക്. അതെ അതെ അതെ, ഒരു മികച്ച മെമ്പർ തന്നെയാണ്. അത് ഞങ്ങൾ ധൈര്യമായിട്ട് പറയാം. ഞങ്ങക്ക് എല്ലാ വിജയാശംസകളും ഉണ്ട്. അടുത്ത വാർഡിലും അദ്ദേഹം ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്പൊ ഈ തവണ 4ാം വാർഡിൽ പോയി മത്സരിക്കണ്ട, അവിടെ അടിപൊളിയായിട്ട് വിജയിക്കും. ഇവിടുന്ന് പോകുന്നതിന് സങ്കടം ഉണ്ടല്ലേ? ഞങ്ങൾ 100% സങ്കടമുണ്ട്. പക്ഷെ ഇവിടെ ലേഡീസ് വാർഡായി പോയി, എന്ത് ചെയ്യാൻ പറ്റും? അതെ അതെ, ചതിയായി പോയി. അത് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങിപ്പോ 4ാം വാർഡിലാണ് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ ഇവിടുത്തെ തന്നെ അങ്ങയുടെ 2ാം വാർഡിലെ പല ആളുകളോടും നമ്മൾ ചോദിച്ചു എങ്ങനെയുണ്ട് പഴയ വാർഡ് മെമ്പർ എന്നൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവരൊക്കെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. പോകുന്നതിൽ വലിയ സങ്കടം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങേക്കും സങ്കടമുണ്ടോ ഈ പറയുന്ന വാർഡ് വിട്ട് മറ്റു വാർഡിലേക്ക്? നമ്മളെങ്ങും പോകുന്നില്ല. ഈ വെങ്ങോല പഞ്ചായത്ത് ഇരിക്കുന്നത് ഏകദേശം 13ാം വാർഡിലാണ്. ഈ അടുത്ത വാർഡുകളുമായിട്ടൊക്കെ വലിയ ബന്ധം, സൗഹൃദം, ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ ഉള്ള ഒരു നാട് നമ്മുടെ. ഞാൻ തണ്ടേക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പൊ 4ാം വാർഡ് ഇരിക്കുന്ന അതിന്റെ ഒരു പ്രധാന ഹൃദയഭാഗത്താണ്. അപ്പൊ ഞാൻ കളിച്ചതും ജനിച്ചതും വളർന്നതും എല്ലാം ഈ 1, 2, 3, 4 വാർഡിലൂടെയാണ്. അപ്പൊ അതിനൊന്നും അതിർത്തികളില്ല. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന സാംസ്കാരിക കേന്ദ്രം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം ഈ പ്രദേശവാസികൾക്ക് പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ വാർഡ് മാറി എന്ന് വിചാരിച്ച അതിനകത്ത് വിഷയങ്ങളൊന്നുമില്ല. നിലവിൽ ഈ പ്രാവശ്യം മത്സരിക്കാൻ ഇരുന്നതല്ല. ഞാൻ എന്റെ വീടടങ്ങുന്ന ഭാഗം വനിതാ വാർഡായപ്പോൾ തൽക്കാലം നമുക്ക് പൊതുപ്രവർത്തനമായി മുന്നോട്ട് പോകാന്ന് വിചാരിച്ചു ആ പ്രദേശവാസികള് ഐക്യകണ്ഠേന അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് പോയി മത്സരിക്കുന്ന. അത് എന്റെ പോയി എന്ന് പറയാൻ കഴിയില്ല. എന്റെ ഒരു റോഡിന്, നമ്മുടെ വാർഡിന്റെ റോഡിന് എതിർവശം മറ്റെന്തൊക്കെ പദ്ധതികളാണ് ഇതിനു പുറമെ നടപ്പിലാക്കിയിട്ടുള്ളത്?
നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രണ്ടാം വാർഡിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്, കുടുംബശ്രീ സംഘങ്ങളുണ്ട്. അപ്പൊ 24ഓളം കുടുംബശ്രീ സംഘങ്ങളുണ്ടായിരുന്നു നമ്മുടെ രണ്ടാം വാർഡിൽ. തൊഴിലുറപ്പ് തൊഴിലാളി ഒരു 40-45ഓളം വരുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചോളം കൃത്യമായിട്ടൊരു വേതനം ചിലപ്പോൾ അവർക്ക് കിട്ടണമെന്നില്ല. അവരെ അക്കൗണ്ടിലേക്ക് പൈസ കയറാത്ത സമയം ഉണ്ടാവും. ആ കാലഘട്ടങ്ങളിലെല്ലാം ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്, ചെറുതും വലുതുമായ ആവശ്യങ്ങൾ ഉണ്ടാവും. കുടുംബശ്രീ ചെറിയ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനുമുള്ള പദ്ധതികളൊക്കെ രണ്ടാം വാർഡിൽ നടപ്പാക്കി. പലിശരഹിത വായ്പ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ സുതാര്യമായിട്ട് ആരും അറിയാത്ത രൂപത്തിൽ ഒരു കൊടുക്കൽ വാങ്ങൽ സ്വകാര്യത നടത്തുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഈ 4-ാം വാർഡിലാണെങ്കിലും ഒരു ചെറുകിട വ്യവസായം തുടങ്ങാനുള്ള പദ്ധതികളൊക്കെ നമ്മുടെ സംരംഭകര് രംഗത്ത് വന്നാൽ തീർച്ചയായും അവരൊക്കെ സഹായിച്ചുകൊണ്ട് ഈ വിവാഹം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുകൾ, വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയും നമ്മുടെ രണ്ടാം വാർഡിൽ നടപ്പാക്കിയിരുന്നു. വളരെ വിജയകരമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കൊക്കെ ഒരു മീറ്റിംഗ് കൂടാനോ മറ്റുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അംഗൻവാടി നമ്പർ 3 വെട്ടിക്കാട്ടുനിന്ന് അംഗൻവാടി മേൽവശം വരെ 8 ലക്ഷം രൂപയോളം മുടക്കി അവർക്ക് യോഗങ്ങൾ നടത്തുവാനും അവരെ പരിപാടികൾ നടത്തുവാനും നാട്ടിലെ രണ്ടാം വാർഡിന്റെ വിവിധ മീറ്റിങ്ങുകൾ കൂടാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ആ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ വെറും ഷീറ്റ് മാത്രമേ ഉള്ളൂ, മതിലൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്ന. പിന്നെയാണ് മതില് പണിത് ടൈലിട്ട് തന്ന് പൊടിയൊക്കെ കയറി ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അലർജി ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ പൊടി ആദ്യം ടൈലിട്ട്, അത് കഴിഞ്ഞ് ഭിത്തിയൊക്കെ പണിത് ജനല പിടിപ്പിച്ച് തന്ന് എല്ലാം ചെയ്ത് ഫാനിട്ട് സീലിങ് ചെയ്ത് അങ്ങനെ ഇതൊരു ശരിക്കും ഞങ്ങൾക്ക് എല്ലാ മീറ്റിംഗ് കൂടാനും എല്ലാ മാസം ഞങ്ങൾക്ക് ADS മീറ്റിംഗ് ഉണ്ട്. പിന്നെ തൊഴിലുറപ്പുകാർക്ക് മീറ്റിംഗ് ഉണ്ട്. അതിനും എല്ലാത്തിനും ഉപകാരപ്പെട്ടു. വെറുതെ മുകളിൽ ഇങ്ങനെ കിടക്കണല്ലോ. സുബൈർ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ ഞങ്ങള് ചെറുപ്പം പോലെ കളിച്ച് വളർന്നവരാ. ഞങ്ങള് അങ്ങനെ വളർന്ന ആളുടെ എല്ലാം ഞങ്ങൾക്ക് അറിയാം അവനെ പറ്റി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് മെമ്പർ ഇപ്പൊ 4-ാം വാർഡിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങക്ക് പ്രതീക്ഷയുണ്ട് ജയിച്ചു വരുമെന്ന്. പ്രതീക്ഷയല്ല, ഉറപ്പാണ്. പിന്നെ റോഡുകൾ, ചെയ്യുന്ന റോഡുകളെല്ലാം ഏറ്റവും ദീർഘവീക്ഷത്തോടു കൂടി നല്ല രീതിയിൽ, പെട്ടെന്ന് ഒരു ചെറിയ കണ്ണിൽ പൊടിയുന്ന രീതിയിലല്ല, നമുക്കൊരു 50 വർഷക്കാലമെങ്കിലും കിടക്കാവുന്ന രൂപയിൽ ഒരുവിധം പ്രധാന റോഡുകളെല്ലാം കട്ടവിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സൈഡിലൂടെയുള്ള കാടുകളെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് ഭംഗിയായ രൂപത്തിൽ പരമാവധി വീതി കിട്ടാവുന്ന രൂപത്തിൽ പൂർണ്ണമായിട്ടും കട്ടവിരിച്ച് പരമാവധി വീതി കിട്ടാവുന്ന രൂപത്തിലാണ് നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാർഡിൽ ഇനി ചെയ്യാൻ റോഡ് വെളിച്ചം, വെള്ളം, ഇതൊക്കെയാണല്ലോ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ചെയ്യാൻ പറ്റുക. ബാക്കിയൊക്കെ സംസ്ഥാന തലത്തിൽ ചെയ്തു പോകുന്നതാണ്. റോഡുകളിൽ ഇനി ഏതാണ്ട് ചെറിയ ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന റോഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ റോഡുകളും ഈ വാർഡിനകത്ത് പൂർണ്ണമായി ഒന്നല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതിന് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഓരോ റോഡുകളും എടുത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 വർഷക്കാലം വളരെ സന്തോഷകരമായിരുന്നു. ആരുമായി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണ്. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ നാട്, നമ്മളൊപ്പം കളിച്ചവർ, ജനിച്ചവർ, പഠിച്ചവരുമായ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ബന്ധുക്കൾ ഒക്കെയാണല്ലോ ഈ പഞ്ചായത്ത് കഴിയുന്ന. അവരുമായി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ വാർഡിന്റെ ഓരോ പ്രവർത്തനങ്ങളും നാട്ടിലെ ഓരോരുത്തരായി പങ്കുവെച്ചുകൊണ്ട് അവരോട് ചോദിച്ചുകൊണ്ട് ഏതാണോ മുൻഗണനാക്രമത്തിൽ ചെയ്യേണ്ടത് അതെല്ലാം മുൻഗണനാക്രമത്തിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രം 4-ാം വാർഡിലും തുടരും. ആ നാടിനെ എങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കും. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ ആ രൂപത്തിൽ തന്നെയാണ് എന്നെ അവർ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ തീർച്ചയായും അവരെന്നെ കൈവിടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം, എന്ന് തന്നെ എന്റെ ഉറപ്പും. നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് യുവാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തൊരു മെമ്പറായിരുന്നു നമ്മുടെ സുബൈർക്ക. നമ്മുടെ വാർഡില് വികസനം എന്താണെന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇടത് ജനപ്രതിനിധികൾ വന്നതിന് ശേഷമാണ് നമ്മുടെ വാർഡിന് എന്താ വികസനം എന്ന് അറിഞ്ഞത്. ഇപ്പൊ നമുക്ക് അംഗൻവാടി വാടകഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു അംഗൻവാടി ഉണ്ട്. ഈ വികസനങ്ങൾ 4-ാം വാർഡിലും തുടരണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ സുബൈർക്കാക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് ഇറങ്ങേണ്ടതുണ്ട്. അതായത് 4-ാം വാർഡിലും അംഗൻവാടി വാടകഘട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്.
അതിന് ഒരു സ്ഥിരമായ സ്ഥലം കണ്ടെത്തി ഒരു അംഗൻവാടി പണിത് അത് നമുക്ക് സ്വന്തം സ്ഥലത്തേക്ക് മാറ്റി വാടകഘട്ടത്തിൽ നിന്ന് മാറ്റി പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ സുബൈർഖാനെ കൂടെ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനു വേണ്ടിയിട്ട് പുള്ളി മുമ്പിട്ട് ഇറങ്ങുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് പുള്ളിക്കുള്ളത്. പൊതുവെ ഇനിയിപ്പോ 4-ാം വാർഡിൽ മത്സരിക്കുമ്പോൾ അങ്ങിപ്പോ 2-ാം വാർഡിൽ മത്സരിക്കുമ്പോൾ പല വിഷയങ്ങളെ പറ്റിയും നല്ല നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ പറ്റി നടപ്പിലാക്കേണ്ട കാര്യങ്ങളൊക്കെ പറ്റി നല്ല വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. മുൻകൂട്ടി അതൊക്കെ അങ്ങ് തീരുമാനിച്ചിരുന്നു. ഇപ്പൊ 4-ാം വാർഡിലും അത്തരത്തിലുള്ള ഒരുപാട് തീരുമാനങ്ങളും നടപ്പിലാക്കാനുള്ള കുറെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പല അങ്ങ് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാനുകളൊക്കെ ആയിട്ടാണോ ഇറങ്ങുന്നത്? 4-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ മത്സരമായി മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തുക്കള്, അയൽവാസികള്, ബന്ധുമിത്രാദികൾ എല്ലാം അടങ്ങിയ ഒരു ഏരിയ. ആ വാർഡ് വളരെ സുന്ദരമായ ഒരു വാർഡാണ്. അപ്പൊ ചോദിക്കും 2-ാം വാർഡും. 2-ാം വാർഡും അതിസുന്ദരം. ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ കമ്പനികളോ വിവിധ അങ്ങനെയുള്ള യാതൊരു സ്ഥാപനങ്ങളും ഇല്ലാത്ത തികച്ചും നല്ല ശാന്തമായി ഒഴുകുന്ന ഒരു നാടാണ്. അവിടുത്തെ പ്രധാന പ്രശ്നം ഈ പാടശേഖരം, ഇതുപോലെ തന്നെ പാടശേഖരമുണ്ട്. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് അത് കൃഷി ചെയ്യാതെ തരിശുഭൂമിയെ കിടക്കാം. പാടശേഖരത്തിന്റെ സൈഡിലൂടെ ഏകദേശം ഒരു 10, 60, 70ഓളം വീടുകൾ നിലവിലവിടെയുണ്ട്. ഞാൻ കണ്ട കാഴ്ച ഈ കൃഷി ചെയ്യാത്തത് കൊണ്ട് അവിടുത്തെ പാടശേഖരം നല്ല, അന്നൊക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാനൊക്കെ അവിടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആ തോട്ടിൽ നിന്നൊക്കെ വെള്ളം കോരി കുടിക്കാവുന്ന രൂപത്തിൽ അത്ര നല്ല കണ്ണുനീർ വെള്ളമായിരുന്നു. അപ്പൊ കൃഷി ചെയ്യാതെ ഇങ്ങനെ തരിശുഭൂമിയെ കിടന്നുകൊണ്ട് ആ ഭാഗം എല്ലാം ഇരുമ്പയിര് പോലെ അല്ലെങ്കിൽ ചുമന്ന വെള്ളമായി മാറിക്കൊണ്ട് അവരുടെ കിണറുകളെല്ലാം അശുദ്ധിയായിരിക്കാം. അപ്പൊ പല വീടുകളും ചെന്നപ്പോ അവിടെ 1ഉം 2ഉം ഫിൽറ്ററുകൾ വെച്ചിട്ട് വീടൊക്കെ മനോഹരമാണ്, പക്ഷേ വെള്ളമാണല്ലോ ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും. അപ്പൊ അവര് പറഞ്ഞ പ്രശ്നം, അവർ കാണിച്ചു തന്നതുമായ ഏറ്റവും പ്രധാന പ്രശ്നം ജലസ്രോതസ് തന്നെയാണ്. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായി, ഇനി നേരത്തെ പറഞ്ഞ പോലെ ജയിച്ചാലും തോറ്റാലും അവിടെ 25 ഏക്കറോളം കൃഷിഭൂമിയുണ്ട്. 100% ആദ്യപടി എന്നതിൽ അവര് ആവശ്യപ്പെട്ടു അതിൽ അവർക്ക് അവിടെ ഒരു മിഡിൽ ക്ലാസ് ഗ്രൂപ്പാ അവിടെ ഉള്ളത്. ആ കൃഷിഭൂമിയെല്ലാം തോടും വയലെല്ലാം കൃഷി ചെയ്ത് നല്ല ഭംഗിയായിട്ട് കുടിവെള്ള സ്രോതസ്സിന്റെ ഏറ്റവും എവിടെ അറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ആ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകും. 30 വർഷമായിട്ട് കൃഷി ചെയ്യാത്തതുകൊണ്ട് അവിടെ കൈതക്കാടുകളൊക്കെ വന്ന് മൂടി കുറുക്കനും ഒക്കെ ആയിട്ട് വളരെ അസ്വസ്ഥതയാണ് അവിടുത്തെ ജീവിതം, നാട്ടുകാർ പറഞ്ഞനുസരിച്ച്. അപ്പൊ അതും മുൻഗണനാക്രമത്തിൽ അവിടെ. പിന്നെ അതുകൂടാതെ പുളിയാമ്പള്ളി, പൊഞ്ഞാശ്ശേരിയിൽ നിന്ന് പുളിയാമ്പള്ളിയിലേക്ക് പോകുന്ന താഴ്ത്തൂടി പോകുന്ന റോഡ്, അവിടെ 150ഓളം കുടുംബം ജീവിക്കുന്നുണ്ട്. ഒരു 4.5 മീറ്റർ വീതിയുള്ള റോഡാണ്. സൈഡിലൂടെ ഒരു കാടയുണ്ട്. അപ്പൊ കാട അതുപോലെ ഒരു 2 മീറ്ററോളം വീതിയിൽ അവിടെ ടാർ ചെയ്തു. അപ്പൊ സ്കൂൾ ബസ്സുകളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ ഉള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ മുൻഗണനാക്രമത്തിൽ ആ വാർഡിൽ ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ റോഡിന്റെയും ആ കാടയെല്ലാം സ്ലാബ് ഇട്ട് മനോഹരമായിട്ട് കട്ട് വിരിച്ച്. അതുപോലെ അവിടെ ഒരു ലൈറ്റ് ഇല്ല, മെഴുതിരിവട്ടം പോലും ഇല്ലാത്ത ഒരു പ്രദേശം. അവിടെ 150ഓളം വീടുണ്ടെന്ന് വിചാരിക്കണം. അവിടെ താഴെ ഇലക്ട്രിക്കൽ പോസ്റ്റുകളില്ല. അതുകൊണ്ട് അവിടെ എല്ലാം സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ 48ഓളം അംഗൻവാടികളുണ്ട്. ആ അംഗൻവാടികളിൽ സ്ഥലവും കെട്ടവും ഇല്ലാത്ത ഒരേ ഒരു അംഗൻവാടി നിലവിലുള്ളത് ഈ 4-ാം വാർഡിലാണ്. അത് ഇപ്പൊ നിലവിൽ അവിടെ വാടകയ്ക്ക് കഴിയാണ്. ഇപ്പൊ അറിയാലോ, സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ അംഗൻവാടിക്കൊക്കെ സൂപ്പർ ഹൈടെക് അംഗൻവാടികൾ. തീർച്ചയായിട്ടും. അപ്പൊ അതിന് കഴിഞ്ഞ 5 വർഷം മുമ്പ് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി സ്ഥലം വാങ്ങാൻ പൈസ അനുവദിച്ചിരുന്നു. അത് ശ്രദ്ധിക്കാതുകൊണ്ടാവാം അവിടെ സ്ഥലം വാങ്ങാനോ അംഗൻവാടി പണിയാനോ ഇപ്പൊ നിലവിലുള്ള മെമ്പർ, ഞാനുമായി സൗഹാർദ്ദ മത്സരം നടത്തുന്ന മെമ്പറിന് സാധിച്ചില്ല. എന്തു വന്നാലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതെല്ലാം ഫണ്ട് നിലവിൽ പഞ്ചായത്തിനും ഫണ്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റിൽ ഫണ്ടുണ്ട്. മനോഹരമായ ഒരു അംഗൻവാടിയും അതിന്റെ മേലെ ഒരു സബ് സെന്റർ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ വനിതകൾക്ക് ഒരു മീറ്റിംഗ് കൂടുവാനോ അല്ലെങ്കിൽ ചെറിയ കഴുത്തൊഴിൽ പരിശീലനം നടത്താനൊക്കെ ആയിട്ട് എന്തിനും ഗ്രാമസഭ കൂടാൻ മുതലായ കാര്യങ്ങൾക്ക് ഉപകരിക്കാവുന്ന രീതിയിൽ ഒരു 6 സെന്റിൽ കുറയാത്ത ഭൂമി വാങ്ങി അവിടെ മനോഹരമായ ഒരു അംഗൻവാടിയും വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2-ാം വാർഡിൽ 4 പ്രദേശങ്ങളിലായി വലിയ വോൾട്ടേജ് ക്ഷാമം നേരിടുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. തണ്ടേക്കാട് വലിയോർമ്മിക്കുടിയിൽ 150ഓളം വീടുകൾ ഉള്ളതും അവറാങ്കേലി ഭാഗത്ത് 100ഓളം വീടുകൾ ഉള്ളതും അല്ലിസർ സീറോലാൻഡ് ഭാഗത്തുള്ള 100ഓളം വീടുകളിലും MHOL ഭാഗത്തുമെല്ലാം വലിയ വോൾട്ടേജ് ക്ഷാമമുണ്ട്. അത് പരിഹരിക്കുന്നതിന് 4 ഭാഗത്തും ട്രാൻസ്ഫോമർ വെച്ചുകൊണ്ട് അവിടുത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കൃഷി മേഖലയായതുകൊണ്ട് നമ്മുടെ പോസ്റ്റുകളെല്ലാം 11 kV ഉൾപ്പെടെ പാടശേഖരങ്ങളിൽ ഉൾപ്പെടെയാണ് നേരത്തെ നിലകൊണ്ടിരുന്നത്. മഴക്കാലം വന്നാൽ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഏകദേശം 13 ലക്ഷം രൂപയുള്ള മോൺ ഫണ്ടിൽ നിന്ന്
ചെലവഴിച്ചുകൊണ്ട് പാടശേഖരത്തിൽ നിന്നെല്ലാം പോസ്റ്റുകളെല്ലാം റോഡിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും അവിടെ സ്ട്രീറ്റ് ലൈൻ വലിക്കുവാനും സാധിച്ചു. കൂടാതെ നമ്മുടെ വാർഡിലെ വിവിധ മേഖലയിലുള്ള റോഡുകൾ അത് വിട്ടു തന്ന നമ്മുടെ കാരണവന്മാരെ, ഭൂമി വിട്ടു തന്ന കാരണവന്മാരായ അവരുടെ പേരിലെല്ലാം അവർ നാമധേയത്തിൽ റോഡുകളെല്ലാം കട്ടിവിരിച്ചുകൊണ്ട് അതിമനോഹരമാക്കാനും സാധിച്ചു. നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല റോഡും മറ്റുള്ള ഇത്രയൊക്കെ ചെയ്തതാണ് ആണല്ലേ? പാലാമാരിലേക്ക് പോയാലും അവിടെ കയറിപ്പോരും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ആ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഒരു എന്താ പറയാ പ്രഭ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഒരു ഇതുള്ള. 2ാം വാർഡിലായിരുന്നപ്പോ 4ാം വാർഡിലെ ആളുകൾ ശരിക്കും ആകർഷിച്ചിട്ടുണ്ട് അങ്ങോട്ട്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ എങ്ങനെയാകണമെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്കിതാ ഇദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം, AM സുബൈറിനെ പോലെ ആകണമെന്ന്. അതെ, ജനങ്ങളുടെ സ്വന്തം തൂപ്ലി സുബൈർ. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു അനുഭവങ്ങളും അദ്ദേഹത്തെ കുറിച്ചുള്ള കഥകളുമാണ് നമ്മൾ 2ാം വാർഡിൽ കണ്ടത്. കഥ വാർഡ് 4ലും തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.